നമസ്കാരം, എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഞാനൊരു തിരങ്ക സാൻഡ്വിച്ചുമായിട്ടാണ് കേട്ടോ വന്നത്. നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, ഹെൽത്തിയുമാണ്. അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു കൊറിയാണ്ടർ ചട്നിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ടൊരു ബ്ലെൻഡർ എടുക്കുക. ബ്ലെൻഡറിലേക്ക് നമുക്ക് നിറയെ ഒരു പിടി നല്ലോണം ഞാൻ മല്ലിയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2 ഗാർലിക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എടുക്കുന്നത് ഒരു പീസ് ബ്രെഡാണ് എടുക്കുന്നത്. ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പും നല്ല കഴുത്ത് ഇരിക്കും നമ്മുടെ ഇത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം അധികം പുളിയില്ലാത്ത തൈരും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം അധികം ചേർക്കാൻ പാടില്ല കേട്ടോ ഇതില്. അപ്പം ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ കളർ കിട്ടാനായിട്ട് ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. ഇതിനെ ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ എലിമെന്റിനായിട്ട് കുറച്ച് കുക്കുംബറും ഈ ഗ്രീൻ ചട്നിയും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ടൊമാറ്റോ ചട്നിയാണ്. ടൊമാറ്റോ ചട്നിക്കായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ കേട്ടോ, 1 ടീസ്പൂൺ എണ്ണ, ഒരു 3 ഗാർലിക്കിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗാർലിക് ഒന്ന് സോട്ട് ആവണം നന്നായിട്ട്. ഈ ടൊമാറ്റോ ചട്നിയാണ് നമുക്ക് ഓറഞ്ച് എലിമെന്റ് കൊടുക്കുന്നത് കേട്ടോ. 2 വലിയ ടൊമാറ്റോ തന്നെ അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് നന്നായി ഇതിനെ ഈ എണ്ണയിലിട്ടൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. നന്നായി ഈ ടൊമാറ്റോ ഇതിൽ കിടന്ന് വേവണം. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഈ ടൊമാറ്റോ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം നമുക്ക്. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ടോ, ആ വെള്ളമൊക്കെ പോയി ഈ ടൊമാറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്, കളറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇതും വെള്ളമില്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് തണുത്തപ്പോൾ ഞാൻ ബ്ലെൻഡറിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് അധികം ടാങ്കിനെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അരച്ചെടുക്കാം. ഇതും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പം നമ്മുടെ ടൊമാറ്റോ ചട്നിയും റെഡി. അപ്പം നമ്മുടെ 2 ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് അസംബിൾ ചെയ്യാം. അപ്പം ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് കൊറിയാണ്ടർ ചട്നിയും നമ്മുടെ കുക്കുംബറും, ഓറഞ്ചിന് വേണ്ടി കാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ടൊമാറ്റോ ചട്നിയും. അപ്പം ഇനി അതിനായിട്ട് ആദ്യം ബ്രെഡ് എടുക്കാം. ഒരു 3 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കളയാം കേട്ടോ. കട്ട് ചെയ്ത് കളയാം നീറ്റായിട്ട്. അപ്പം ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്ത് കളയാതെയും യൂസ് ചെയ്യാം. നമ്മളിതിപ്പോൾ തിരങ്കയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ സൈഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബ്രെഡിൽ എൻ്റെ സൈഡിലേക്ക് നമ്മുടെ കുറച്ച് കണ്ടോ, ഇത് നല്ല തിക്കായിട്ടുള്ള മല്ലിയുടെ ഇലയുടെ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. കൊറിയാണ്ടർ ചട്നി നല്ല തിക്കായിട്ടാണ്. അപ്പോൾ ഒരു ലെയറിൽ ഞാൻ നന്നായിട്ട് ആ ചട്നി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുക്കുംബർ വെച്ച് കൊടുക്കാം. കുക്കുംബറിന്റെ തോല് കളയാതെ വെക്കണം, അപ്പോഴേ ഈ കളർ കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ മുകളിലേക്ക്, വേറെ ബ്രെഡിന്റെ മുകളിലേക്കും ഇതേപോലെ തന്നെ നമ്മുടെ കൊറിയാണ്ടർ ചട്നി തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് മുകളിൽ നമുക്ക് വെതറാൻ മറക്കരുത് കേട്ടോ, കാരണം കുക്കുംബറിൽ ഉപ്പില്ലാത്തത് കൊണ്ട്. നമ്മൾ ഇനി ഇതിനെ വെച്ച് ക്ലോസ് ചെയ്തു. അപ്പം നമ്മുടെ ഗ്രീൻ ലെയർ റെഡി. ഇനി ഇതിന്റെ മുകളിലെ ലെയറിൽ നമുക്ക് കുറച്ച് നമ്മുടെ ആ ടൊമാറ്റോ ചട്നിയും കൂടി തേച്ച് കൊടുക്കാം. അപ്പം നീറ്റായിട്ട് നമുക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ആയിട്ടുണ്ട്. ഈ ടൊമാറ്റോ ചട്നി അധികം പുളിയൊന്നും ഇല്ല കേട്ടോ. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഓറഞ്ച് കളറും റെഡി. ലേശം ഉപ്പും കൂടി വിതറി കൊടുക്കാം നമുക്ക് ഇതിന്റെ മുകളിലേക്ക്. എന്നിട്ട് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പുറത്തെ ബ്രെഡിന്റെ, വേറൊരു ബ്രെഡിന്റെ സ്ലൈസിൽ നമുക്ക് ഓറഞ്ച് ഈ ടൊമാറ്റോ ചട്നിയും കൂടി തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തിരങ്ക സാൻഡ്വിച്ച് റെഡി. സൂപ്പർ സാൻഡ്വിച്ചാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാൻഡ്വിച്ചിന് കുട്ടികൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ പതാകയുടെ കളറിലുള്ള സാൻഡ്വിച്ച് റെഡിയുണ്ട്. തിരങ്ക സാൻഡ്വിച്ച് റെഡി. നല്ല ടേസ്റ്റിയാണ്. നല്ല മല്ലിയുടെ ഇല ചട്നിയുടെ ആ മണവും ടേസ്റ്റും ഒക്കെ ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പം അത് കണ്ടോ, താഴത്ത് ഗ്രീനും നടുവിൽ ഓറഞ്ചും ഇടയിൽ വൈറ്റും ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ സാൻഡ്വിച്ച് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.